നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 173 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ എൻ്റെ ജന്മദേശമായ തമ്പാനൂരിലെ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന ഉത്സവത്തിൽ പ്രധാന പരിപാടി എന്ന് പറയുന്നത് സംഗീത കച്ചേരിയാണ്. 60 വർഷമായി തുടക്കകാലം മുതൽ ആ ഒരു കീഴ്വഴക്കമാണ് ഇന്നും ഉള്ളത്. അവിടെ പാടാത്ത ഗായകരോ ഗായികമാരോ ഇല്ല. പലവരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറുമുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും മൃദംഗം വായിച്ചിട്ടുള്ളത് ശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ സാറാണ്. അവിടുത്തെ ഉത്സവം നിശ്ചയിക്കുമ്പോൾ തന്നെ ഇദ്ദേഹവുമായി അവിടുത്തെ ഭരണസമിതി സംസാരിക്കുകയും ഉദ്ദേശിക്കുന്ന ആളിനെ കണ്ടെത്തി പ്രോഗ്രാം അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുക ഇദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ്. ഒരു ഈർഷ്യയോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ അവർക്ക് കൊടുക്കാവുന്ന റെമ്യൂണറേഷൻ, അവർക്ക് കൊടുക്കാവുന്ന പ്രോഗ്രാമിൻ്റെ പ്രതിഫലമെല്ലാം കൃത്യമായും വ്യക്തതയോടെയും അന്നും ഇന്നും കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ അമ്പലത്തിൽ കച്ചേരി അവതരിപ്പിച്ചവരുടെ ലിസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും. ഇന്നും അന്നും ഭാരതരത്ന നേടിയ MS സുബ്ബലക്ഷ്മി മുതൽ ശിർക്കാഴ് ഗോവിന്ദരാജനും കുന്നക്കുടി വൈദ്യനാഥനും ഡോക്ടർ KJ യേശുദാസും വീരമണിയും ശമാങ്കുടി ശ്രീനിവാസയ്യരും ഗായിക P ലീലയും അങ്ങനെ നിരവധി പേർ, ലിസ്റ്റ് എടുത്താൽ തീരില്ല. ഞാനും ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഏത് കച്ചേരി നടന്നാലും കച്ചേരിക്ക് മുൻപായി അദ്ദേഹവുമായി സംസാരിക്കും. അത് അദ്ദേഹത്തിന് വലിയ താല്പര്യവും ഇഷ്ടവുമാണ്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചപ്പോൾ തമ്പാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുകയും അദ്ദേഹം 2-3 വാക്ക് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് വിദേശത്ത് ദാസേട്ടനുമായി പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കാഴ്ചപ്പാടും വിഷയവും ഞാൻ മനസ്സിലാക്കി അധികം സംസാരിക്കില്ല. ചെറിയവരായാലും വലിയവരായാലും വലിയ കലാകാരന്മാരായാലും എല്ലാവരോടും വളരെ മാന്യവും ഹൃദ്യവുമായ പെരുമാറ്റം. ഏത് സംഗീതജ്ഞനും അദ്ദേഹത്തോടൊപ്പം പാടുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഭയമാണ്. അവിടെ ആലാപന ശൈലിക്കനുസരിച്ച് ഞാൻ വായിക്കണ്ടേ എന്ന് പറയുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ചു പറയുന്നത്, കൃഷ്ണൻകുട്ടി ചേട്ടൻ സ്റ്റേജിലിരിക്കുമ്പോൾ 10 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം പാടാൻ. സ്വരങ്ങളും ജതികളും രാഗവും താളവും എല്ലാം വളരെ സൂക്ഷ്മതയോടെ വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് തവണ അദ്ദേഹവുമായി കണ്ട് സംസാരിക്കുകയും അദ്ദേഹവുമായി ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏത് കലാകാരൻ്റെ കച്ചേരി നടക്കുമ്പോഴും അദ്ദേഹം പരതും, ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ. ഓരോ കലാകാരന്മാരുടെ കച്ചേരി നടക്കുമ്പോഴും ഏതെങ്കിലും രാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ഞാൻ കൊണ്ടു കിടക്കും.
അപ്പോൾ അദ്ദേഹം അത് ഓർത്തിരിക്കും, ഇന്ന് ഇവനെ കണ്ടില്ലല്ലോ എന്ന മട്ടിൽ. അദ്ദേഹത്തെക്കുറിച്ച് 1920 ഒക്ടോബർ 11 ശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ ജനനം. മാവേലിക്കര SR രാജു, TV വാസൻ ഉൾപ്പെടെ നിരവധി ശിഷ്യസമ്പത്തുണ്ട് അദ്ദേഹത്തിന്. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ തേടി കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, ഭാരത സർക്കാരിൻ്റെ പത്മശ്രീ തുടങ്ങി നിരവധി അവാർഡുകൾ നേടി. യേശുദാസിനോടൊപ്പം വിദേശത്തും സ്വദേശത്തുമായി നൂറുകണക്കിന് കച്ചേരികൾ. 1988 ജനുവരി 13 68 വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒരു ദാസേട്ടനുമായിട്ടുള്ളൊരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എന്നതാണ് എൻ്റെ ഓർമ്മ. ഞങ്ങളുടെ വീട്ടിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ അകലെയാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ലോകത്തെവിടെ കച്ചേരി അവതരിപ്പിക്കാൻ പോയാലും, നാട്ടിലെവിടെ കച്ചേരി അവതരിപ്പിക്കാൻ പോയാലും ഞാൻ കണ്ടിട്ടുള്ള വേഷം വെള്ളയുമാണ്. പലപ്പോഴും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുള്ളത്, അദ്ദേഹം വൈകുന്നേരം ശാന്തിനഗർ എന്ന സ്ഥലത്ത് നടക്കാനിറങ്ങും. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ലോകപ്രശസ്തനായ തത്വചിന്തകനും രാഷ്ട്രീയ വിചക്ഷണനും ആചാര്യനുമൊക്കെയായ സർവശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് താമസിച്ചത്. അദ്ദേഹത്തെയും നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനിതിലൊരു എപ്പിസോഡ് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഇപ്പോൾ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിനെ മഥിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ജനസഞ്ചയം തന്നെയുണ്ട്. ആ രാവ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ദഹനവും മറ്റും. ആരൊക്കെയോ എവിടുന്നൊക്കെയോ വരാനുണ്ട്. ആ രാവ് എരിഞ്ഞടങ്ങുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിക്കാനും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനും നിയോഗിക്കപ്പെട്ടവരിൽ ഒരാൾ ഞാനായിരുന്നു. കണ്ണടച്ച് ധ്യാനനിമഗ്നനായി കിടക്കുന്ന ഒരു വലിയ കലാകാരൻ. അപ്പോഴും എനിക്ക് തോന്നിയ വികാരം അദ്ദേഹം ചിരിച്ചുകൊണ്ട് കിടക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ചൂട്, അദ്ദേഹത്തിൻ്റെ വിരലുകൾ ചലിക്കാതെ ആ മഞ്ചത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും അറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു. എത്രയോ വർഷം, 1-2 വർഷമല്ല, എത്രയോ വർഷം അദ്ദേഹത്തിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വലിയ കലാകാരൻ. ആ റൂമിൽ ഞങ്ങളൊരു 5-6 പേർ, 1-2 ഡോക്ടർമാരും അവിടെ 1-2 റിലേറ്റീവും ഒക്കെ ഉണ്ട്. പുറത്ത് നിറയെ ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ തിരുശരീരം കുളിപ്പിക്കാനും മറ്റുള്ള കർമ്മങ്ങൾക്കുമൊക്കെല്ലാം ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് വസ്ത്രമെല്ലാം പുതപ്പിച്ചങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും അറിയാതെ 1-2 തുള്ളി കണ്ണുനീർ നിലത്ത് വീണപ്പോൾ അവിടെ കൂടിയിരുന്ന ആരോ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണോ? ആ ചോദ്യം ഇന്നും മായാതെ നിൽക്കുന്നു. ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധം മാത്രമല്ല, സ്നേഹബന്ധം. രക്തബന്ധത്തെക്കാൾ ഉപരി വിലയും ശക്തിയും കൂടും മറ്റു ബന്ധങ്ങൾക്ക്. ഒരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹത്തെ കാണുകയും ആ കിടപ്പ് എൻ്റെ മനസ്സിലുണ്ടാക്കിയ
ചലനങ്ങൾ ഒരു വിസ്ഫോടനം പോലെയായിരുന്നു. ഇതൊന്നും ആരിൽ നിന്നും മതിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല. കലയെക്കുറിച്ച്, സംഗീതത്തെക്കുറിച്ച് അവഗാഹമായ അറിവുള്ള ഒരു വലിയ കലാകാരനായിരുന്നു ശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ ബിരുദം കൊടുത്തു, ഒരുപാട് അവാർഡുകൾ. പക്ഷേ ശാന്തതയും സൗമ്യനും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണാനുള്ള ഒരു വലിയ കലാകാരനായിരുന്നു അദ്ദേഹം. ചിലപ്പോഴൊക്കെ കാണുമ്പോൾ ചോദിക്കും, ഇപ്പോൾ കച്ചേരികളൊന്നും കേൾക്കാൻ പോകാറില്ലേ? അപ്പോഴെല്ലാം മോടി അടുത്ത് എന്ന് പറയും, ചിലതൊക്കെ കേൾക്കാറുണ്ട് സാർ, ചിലതൊക്കെ ദൂരെ കൂടുതലും പോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അല്ല, എപ്പോഴും സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ശരിയെങ്കിൽ വീണ്ടും കാണാം എന്ന് അദ്ദേഹം പറഞ്ഞ് ശാന്തിനഗറിലെ ആ വഴിയിലൂടെ, തിരക്കൊന്നുമില്ലാത്ത വഴിയിലൂടെ നടന്നു പോകുന്ന ആ വലിയ കലാകാരനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാലം എത്രയോ കഴിഞ്ഞിട്ടും ഇത് സംസാരിക്കുമ്പോഴും ജബദീ ചലയാന എന്ന യേശുദാസിൻ്റെ ആ ഗാനം കച്ചേരികളിൽ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ താളം, താളബോധം, താളപ്രകടനം മനസ്സിൽ നിറഞ്ഞു തുളുമ്പുകയാണ്. ഒരു അപാര ജനുസിൽപ്പെട്ട മഹത്വമേറിയ, ഞാൻ കണ്ട പല പ്രതിഭകളിൽ നിന്നും വളരെ ഔന്നിത്യത്തിലുള്ള ഒരു വലിയ കലാകാരൻ. അതിന് കാരണഭൂതമായതോ അദ്ദേഹത്തിൻ്റെ വശ്യമായ പുഞ്ചിരിയും വളരെ എളിമത്വം നിറഞ്ഞ പെരുമാറ്റവും. കാലാനുവർത്തിയാണത് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൈവിരലുകളിൽ നിന്നും ഊർന്നു വീണ നാദധ്വനി എവിടെയെല്ലാം മുഴങ്ങിക്കേൾക്കുന്നു. ആരുടെയെല്ലാം മനസ്സിലും ആരുടെയെല്ലാം ഹൃദയത്തിലും മുഴങ്ങിക്കേൾക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.